സാധാരണക്കാരെ എന്നും സാധാരണക്കാരാക്കുന്ന 10 തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചെറിയ ചെറിയ തുക മിച്ചം പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ജീവിത ലക്ഷ്യങ്ങൾക്കുള്ള സമ്പത്ത് സ്വരുക്കൂട്ടാൻ വലിയ തുക നമ്മൾ സമ്പാദിക്കാൻ പറ്റണം, എങ്കിലേ രക്ഷയുള്ളൂ. ഇങ്ങനെ സാധാരണക്കാർ വിചാരിക്കാറുണ്ട്. ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. രണ്ടാമത്തെ കാര്യം, പണം ഉണ്ടാക്കിയിട്ട് ലക്ഷ്യങ്ങൾ കൈവരിക്കാമെന്ന് കരുതി കാത്തിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ആവശ്യം വരുമ്പോൾ ലോൺ എടുത്ത് കാര്യം കാണുക, പിന്നെ അത് കുറേശ്ശെ അടച്ചാൽ മതിയല്ലോ. ഇത് തികച്ചും തെറ്റിദ്ധാരണ സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, മാസ ചെലവ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മതി, അതുപയോഗിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാം, ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചടച്ചാൽ മതിയല്ലോ. ഇതും തെറ്റിദ്ധാരണയാണ്. നാലാമത്തെ കാര്യം, ചെലവ് കഴിഞ്ഞ് മിച്ചമുണ്ടാകുന്നതെന്തോ അതാണ് സമ്പാദ്യമെന്നാണ് മിക്ക ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവും. ഇതും തികച്ചും തെറ്റിദ്ധാരണയാണ്. ആറാമത്തെ കാര്യം, ഭാവിയിലെ സാമ്പത്തിക ആവശ്യങ്ങളെ കുറിച്ച് ഇപ്പോഴേ വെറുതെ ആശങ്കപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ എങ്ങനെയെങ്കിലും നടന്നു പോകുമെന്ന് വിചാരിക്കുന്നതും ഒരു തെറ്റിദ്ധാരണയാണ്. ഏഴാമത്തെ കാര്യം, ആദായ നികുതി രാഷ്ട്ര നിർമ്മാണത്തിനുള്ള സംഭാവനയാണ്, അതിനാൽ ഇളവുകൾ ക്ലെയിം ചെയ്യുന്നത് പാപമാണെന്ന് വിചാരിക്കുന്നതും തികച്ചും സാധാരണക്കാരിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എട്ടാമത്തെ കാര്യം, കയ്യിലില്ലെങ്കിൽ കടം വാങ്ങിയിട്ടാലും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് വിചാരിക്കുന്നതും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. ഒൻപതാമത്തെ കാര്യം, എല്ലാത്തരം വായ്പകളും മോശമാണ് എന്ന് വിചാരിക്കുന്നതും ഒരു തെറ്റിദ്ധാരണയാണ്. പത്താമത്തെ കാര്യം, എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഒന്നും വിചാരിച്ചതുപോലെ നടക്കുകയില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക. ഇത് സാമ്പത്തിക കാര്യത്തിൽ നോക്കുമ്പോൾ ഇതും വലിയൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇവയെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഈ പറഞ്ഞവയെ പ്രായോഗികമായി എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധാരണക്കാർക്കും ജീവിതത്തിൽ സാമ്പത്തികമായ വിജയമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്.